കൂടെ പാറ പോലത്തെ മല അങ്ങനെ പറയാ. അപ്പൊ ഗൈസ് നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് കൊളുക്കുമല സൺറൈസ് കാണാൻ പോവാണ്. ഇത് ഭയങ്കരമായിട്ടുള്ള ഡ്രീമാണ്. ബക്കറ്റ് ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പരിപാടി. ഓക്കെ, ടിക്ക് ചെയ്യാൻ പോവാ. അപ്പോൾ നമ്മളൊരു ടീമിനെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അവര് നമ്മളെ ടെന്റ്, സ്റ്റേ, ഫുഡ്, പിന്നെ അവിടെ പോയി കൊണ്ടുവരുന്നത്, പിന്നെ അതേമാതിരി അങ്ങനെ കുറെ പരിപാടി ചെയ്യും. അവിടെ നമ്പർ ആഡ് കൊടുക്കാം, വേണ്ടവർ വിളിക്കുക. അപ്പൊ വെൽക്കം ബാക്ക് ടു മീ ട്രാവലിംഗ്. നമ്മൾ അടുത്ത ട്രിപ്പിലേക്ക് സ്വാഗതം. അപ്പോ യെസ്, ഇനി പുതിയ കാഴ്ചകളും വിവരങ്ങളും സന്തോഷങ്ങളും സമാധാനവും സുന്ദരത്തിനും അങ്ങനെയുള്ള കുറെ കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മുടെ ഒരു പുതിയ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. നല്ല അതെ ആയിട്ടില്ല. അതുകൊണ്ട് കുറച്ച് നല്ല കാഴ്ചകളൊക്കെ ആയിട്ട് ഈ സൈഡിൽ ഇങ്ങനെ പോയി ഇങ്ങനെ കാണാം. ഇതെന്താണ് കാഴ്ചകൾ കാണിച്ചു തരാൻ പോ പൊന്തക്കാടായിരുന്നേ, ഇവിടെ മരം കെട്ടിക്കുക. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. നല്ല നല്ല വ്യൂസ് വരുമ്പോ ഞാൻ കാണിക്കണ്ട്. ഇപ്പൊ നമ്മൾ പോണത് ഇതെന്താ ചൊരമല്ല, ഇത് അതൊക്കെ മനസ്സിലായേ, അതെനിക്ക് മനസ്സിലായി. ഇതൊരു സംഭവം കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇത് ഞാൻ മൈക്ക് എടുത്തിട്ടില്ല, കാരണം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അടുത്ത് വെക്കേണ്ട ഒരു ക്യാമറ, എന്നാലും നമുക്ക് കേൾക്കുള്ളൂ. അപ്പൊ നമ്മൾ ഇതേപോലത്തെ ചെറിയൊരു കുറ്റിക്കാട് കയറിക്കൊണ്ടിരിക്കുക. അത് കുറ്റിക്കാട്ടിലെ വരുന്നതിന് അങ്ങനത്തെ ഒരു കാട്. ഓക്കെ, കാഴ്ചകൾ കണ്ടോളൂ ഗൈസ്. യെസ്, നമ്മളെ പാച്ചുവൻ ഡ്രൈവർ ദി പൾബർ എന്നാണ് ഞങ്ങൾ ഇയാളെ വിളിക്കുക. അപ്പൊ ചെറിയ മഴയൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് എന്തായാലും നല്ലൊരു കോട കിട്ടുന്ന എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ചെറിയ കോട ഇവിടെ ഉണ്ട്. അതെ, നമ്മളുടെ കാലാവസ്ഥ നിരീക്ഷകന്റെ അടുത്തുണ്ട്. അപ്പൊ പുള്ളി പറഞ്ഞതനുസരിച്ച് എങ്ങനെയുണ്ട് വെള്ളച്ചാട്ടം ദിപ്പൊളി. അതെ, എന്ത് സുനിൽ പറഞ്ഞേ? അത് വെള്ളച്ചാട്ടത്തിനാണ്ട് ഉപരി ഈ സംബന്ധം, മഴ, അതെ കോട, അതെ എന്ത് രസമാണ്. ഒരു രക്ഷയില്ല. പാടാ ഇതൊക്കെ കോടയാണ് ക്ലേ കോടയാണ്. ഇവിടെ പുലിയൊന്നുമില്ലല്ലോ കൊണ്ടാടങ്ങാൻ. ഇവിടെ ഇത് എങ്ങനെയുള്ള റൂട്ടാന്നൊരു ഐഡിയ ഇല്ല. ഞങ്ങൾക്ക് എന്തായാലും ഗ്യാപ്പ് റോഡ് കിട്ടിയിട്ടില്ല. ഓക്കെ, നമുക്കൊരു രക്ഷ ഒന്നും കാണാനില്ല. അങ്ങനത്തെ റോഡാണ്. ഗ്യാപ്പ് റോഡ് കിട്ടിയിട്ടില്ല. ഗ്യാപ്പ് റോഡ് എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യണം. പിന്നെ അതേപോലെ എന്താണിത്, ഓക്കെ, അതേപോലെ നമ്മൾ ഈ വളവ് കയറുമ്പോൾ ഓണടിച്ച് കയറണം, അല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും. ഓക്കെ, നോക്കിയാൽ ഫുള്ള് കോട. ഒരു തേങ്ങയും കാണാനില്ല. ഇതൊക്കെ മരങ്ങളുണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെ ഏരിയയിലെത്തി. ഇപ്പോൾ സമയം ഒരു 7-7:15 ഇവിടെ ചെറിയ കച്ചേരിയൊക്കെ നടക്കുന്നുണ്ട് ബാക്കത്തെ സൈഡിലിട്ടോ, ഒരു ഷെഡിൽ. പിന്നെ വഴി നമ്മളൊരു കാട്ടിനുള്ളിൽ കൂടി ഇങ്ങനെ വരും. പെട്ടെന്ന് ഇങ്ങനെ ഒരു എന്താ പറയുക, അങ്ങനെ ഒരു ഡൈവേർഷൻ ഉണ്ട്. ഓക്കെ, അവരയച്ചെന്ന ലൊക്കേഷൻ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിൽക്കും. അപ്പോൾ നമ്മളൊരു കാടിൻ്റെ ഉള്ളിലേക്ക് കയറും. ഓക്കെ, അവിടുന്ന് പതുക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ താഴെ റോഡുണ്ടാവും, അത് കയറി വരാം. ഐവാന്നെന്തോ കൊടുത്ത്, ഐവ ക്യാമ്പ്, മൂന്നാർ ഐവ. അപ്പോൾ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഫുൾ സെറ്റാണ്. ഇതാ പാച്ചുണ്ടോ, മുടിയൊക്കെ സെറ്റാക്കുന്നുണ്ട് എന്താ വെച്ചാൽ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനി ചെറിയ ക്യാമ്പൊക്കെ ഉണ്ട് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ക്യാമ്പൊക്കെ ഒന്ന് എൻജോയ് ചെയ്യട്ടെ. ഓക്കെ, അങ്ങനെയാണ് ഗൈസ് പരിപാടി. എൻ്റെ പാച്ചു എന്ത് കഴിയും, അതൊക്കെ കഴിഞ്ഞ് അതാണ് കളി. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളെ ടെൻറ്റ്.
ഓക്കെ, ഇതിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ടോട്ടലി 2 ടെൻ്റ് അടുത്തുള്ളത്. ഓക്കെ, പിന്നെ അവിടെ നല്ല അടിപൊളി വ്യൂ ആണ്. അത് നമുക്ക് രാവിലെ കാണാൻ പറ്റും. രാവിലെ ഞാൻ ടെൻ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒരു അടിപൊളി വ്യൂ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരും. നമ്മളത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ തന്നെ അവിടെ മലകളും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. ആ സൈഡിൽ നിന്ന് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ രാവിലെ എന്തായാലും ഹോപ്പ്ഫുള്ളി നല്ലൊരു വ്യൂ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മളിനി വെയിറ്റിംഗ് ആണ്. അതേപോലെ ഇവിടെ ചെറിയ കളി ചിരി തമാശകളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതേപോലെ ചെറിയ പാട്ടൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ വൈബ് അടിച്ചിട്ട് ഇങ്ങനെ സുനില് ഒരു രഹസ്യത്തെ കളിയാണ്. പിന്നെ പേടിപ്പിക്കാൻ വരാം. ഇത് നിരപൂജിക്കാടാണ്. മനുഷ്യജീവികളായ കുറേ മൃഗങ്ങളും ശരിക്കും ആ ഒരു വൈബന്റെ ഇഷ്ടപ്പെടെ ഇവിടെയൊക്കെ കുറെ ടെന്റൊക്കെ അതിങ്ങനെ കുലുങ്ങു മടക്ക്. കടുവല്ല, ആരടിയത് ആരാടാടി. അപ്പോ നല്ല അടിപൊളി വൈബാണ്. വന്നിടത്തോളം ഇതുവരെ കാര്യങ്ങൾ മൊത്തം സ്മൂത്ത് ആയിരുന്നു. തുടക്കം മുതൽ അവർ നമ്മൾ ബുക്ക് ചെയ്തതിന് ശേഷം അവർ ഹെൽപ്പ് കെയർ നമ്പർ തന്നു, എന്തെങ്കിലും ആവശ്യമുണ്ട് വിളിക്കാൻ, ലൊക്കേഷൻ അവർ അയച്ചു തന്നു. പിന്നെ നമ്മളൊരു ഫോം ഫില്ല് ചെയ്യണം ഇവിടെ വരുമ്പോൾ. അതിൽ എന്തെങ്കിലും ഇഷ്യൂസ് എന്തെങ്കിലും കാര്യം സ്റ്റോളൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നമുക്കാണ്. നമുക്ക് എന്തെങ്കിലും ഇഞ്ചുറി വന്നാൽ നമുക്കാണ്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വായിച്ചു നോക്കി. ഇല്ലില്ല, നമ്മളേക്കണോ അപ്പുറത്ത് ഒരു കൊണ്ടുപോകും. പക്ഷേ എന്തെങ്കിലുമൊക്കെ വന്ന വീട് ബുഗ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ തന്നെ ഒരു ഉത്തരവാദിത്വം ഇല്ല. അതാണ് ഇപ്പോൾ അതിൽ കൊടുത്തുള്ളത്. പിന്നെ അതേമാതിരി 11 മണിക്ക് ശേഷം നമ്മൾ സൈലൻ്റ് ആവണം. അതിനുശേഷം അലമ്പുണ്ടാക്കുക അതൊന്നും പാടില്ല. പിന്നെ അതൊരു ഡ്രഗിൻ്റെ യൂസ് അത് ഇവിടെ പാടില്ല. മൊത്തം രസമാണ്. ഓക്കെ, പിന്നെ അതേപോലെ ഇവിടെ ഒരു ക്യാമ്പിംഗ് ഉണ്ട്, ക്യാമ്പ് ഫയർ നടക്കുന്നുണ്ട്. അതിപ്പോൾ മൊത്തത്തിൽ പുകട്ട് ഊതി ഒരു ഷെഡിൻ്റെ ഉള്ളിലാണ് ഫയറൊക്കെ വെച്ചിരുന്നത്. അത് തീ ആറുമ്പോഴേ പുക അങ്ങോട്ട് കയറി അതിൻ്റെ ഉള്ളിൽ ഫുള്ള് പാടുക. അത്ര വരില്ല. ഇതാണ് ഇത് നിറഞ്ഞി. അപ്പൊ ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കണ്ണൊക്കെ നേരെ ആകെ ദുരാനുഭൂതി, എന്തൊക്കെയോ ഒരു അനുഭൂതിയാവും മൊത്തത്തില്. അങ്ങനെ വയ്യാതായപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ ഭയങ്കര പീസായിട്ട് ഇങ്ങനെ ഇരിക്കാനും നടക്കാനൊക്കെ ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഇനി നാളെ രാവിലെ. ഓക്കെ, ഹലോ ലൈറ്റുള്ളടത്ത് നിൽക്കണം. നമ്മളെ കോല എങ്ങനെ ഒന്നും വിചാരിക്കണ്ട, നമ്മളിങ്ങോട്ട് നിൽക്കാം. അതായത് തണുത്ത് മരവിച്ച് ഐസ് കട്ടായി. അതെ, അതാണ് അവസ്ഥ. ഓക്കെ, മറ്റേ ജാക്കറ്റ്, ഗ്ലൗസ് ഇതൊക്കെ എടുത്തിട്ട് വരിക. അല്ലാതെ മരി അടങ്കറ അവിടെ അതൊക്കെ നോക്ക ആകെ അടങ്കറായി കോലക്കെട്ട് കീഴ്. അവിടെ ടെന്റില് കിടന്നിട്ട് ഉറക്കം വരാം. ശ്വാസം മുട്ടിലുള്ള കുതിരയിടുത് എന്നിട്ട് ഇവനക്കറിയാം ഇവിടെ എന്തുണ്ടാവുന്നു, തണുപ്പുണ്ടാവും. അല്ല, ഞമ്മക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ തണുപ്പുണ്ട്, വരവുണ്ടല്ലോ. അപ്പോ അങ്ങനെയാണ് ഒരു അറബി സ്റ്റൈൽ നോക്കട്ടെ. ഇതിന്റെ ഷർട്ടാണ് ഇന്നലെ ഇട്ടിരുന്നത്. അതിങ്ങനെ ചെവിക്ക് കാറ്റ് കയറാതിരിക്കാൻ ഒരു വെബിലിട്ട് കിടന്നു. സ്റ്റൈലടിച്ചിട്ടാ. എന്നിട്ട് പിന്നെ അതിന്റെ മുകളിൽ ഇന്നലെ അങ്ങാടിന്ന് മേടിച്ച തൊപ്പി, ഒരു തൊപ്പിന്റെ അടുത്തുണ്ട്. എന്നിട്ടാണ് ഈ കാട്ടിക്കൂട്ടുന്നത്. എന്താ വെച്ചതൊന്നും എടുക്കാതെ പോകുന്നത്. വണ്ടി മൂന്നാർക്കാരനാണ് പോകുന്നത്. ഇവിടെ എന്താ ഏതാ ഒന്നും അറിയില്ല. അപ്പോൾ ആ കാര്യം എല്ലാവരും മനസ്സിലാക്കുക. ഗ്ലൗസ്, ജാക്കറ്റ്, ഐ മീൻ മറ്റേ തണുപ്പിനുള്ള അതൊക്കെ എടുക്കുക. നല്ല തണുപ്പുണ്ട് ഇവിടെ. ഓക്കെ, ഇപ്പോൾ സീസണല്ല, എന്നിട്ട് വരാൻ നല്ല തണുപ്പാണ്. ഡിസംബറിലൊക്കെയാണ് ഇത്ര ഇവിടുത്തെ സീസൺ. അപ്പോൾ നല്ല നീലക്കുറിഞ്ഞ് പൂക്കുന്നതും നല്ല മഞ്ഞും ഒക്കെ അങ്ങനെയൊക്കെ ഇക്കാരം. ഓക്കെ, ഇപ്പോൾ ഇതാ കട്ടൻ ചായ കുടിച്ച് വൈബടിച്ചിരിക്കുകയാണ്. ഇനി ഒരു 4:30 ആകുമ്പോൾ ഇവിടുന്ന് കയറും. ഇപ്പം സമയം ഞങ്ങൾ എണീറ്റത് 3:30 കട്ടാവും. ഇപ്പം സമയം 4:30 ഒരു 5 മിനിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് സീ. അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടി. ഓക്കെ, ഇതായിട്ട് നമ്മൾ നല്ലൊരു കട്ട് ഓഫ് റോഡൊക്കെ കയറി
കട്ട കട്ടാന്ന് പറഞ്ഞ് ഇവിടെ എത്തി ആ അപ്പത്തിന് പോയിക്കല്ലേ ഇങ്ങനെ നേരെ പറഞ്ഞു എടാ സുനില വാ നേരെ പറഞ്ഞു നേരെയാണ് അത് അങ്ങോട്ട് ചെല്ലാനോ പറഞ്ഞത് അങ്ങോട്ട് ചെല്ലാനോ പറഞ്ഞത് അങ്ങോട്ട് പോയിട്ട് റൈറ്റ് പോയാനോ പറഞ്ഞത് ഇതെന്തൊക്കെ അറിയില്ല അത് വേറെ മല അത് വേറെ മല ആ ഞാൻ പറഞ്ഞില്ല അപ്പോൾ നല്ല കട്ട ഓഫ് റോഡ് ആയിരുന്നു കുറച്ച് ആരോഗ്യമുള്ളവർക്കൊന്നും ഇഷ്യൂസ് ഇല്ല പക്ഷേ ഊരവേദന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവർ കുറച്ച് അടങ്കറാവും വലിയ പ്രശ്നമില്ല പക്ഷെ നല്ല ഫണ്ണായിരുന്നു കേട്ടോ നല്ല അടിപൊളി ഫണ്ണാണ് ഓഫ് റോഡ് പറയാൻ പറ്റൂല സത്യം അതെ ഓഫ് റോഡ് അല്ല അതെ ഓഫ് റോഡ് അല്ല ഓഫ് റോഡ് കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഇപ്പം നമ്മളൊരു ചെറിയ എഡായി കൂടി പോയിക്കൊണ്ടിരിക്കുക ചെടികളൊക്കെ കാണാണ്ടല്ലോ അങ്ങനെയുള്ളൊരു വഴി. അപ്പോൾ ഇതാണ് നമ്മൾ പോകുന്ന വഴി കേട്ടോ. അടിപൊളി വഴി, ഒരു രക്ഷയില്ല. പോകുന്ന വഴിയിൽ നമുക്ക് സൈഡിൽ ഇങ്ങനെ ഇത് ഏതാ മല എന്നറിയില്ല, അത് കൊടുക്കുവാനൊന്നും. ഇതാണ് കൊടുക്കുവാൻ നമ്മൾ നിൽക്കുന്നത്. നമ്മൾ നിൽക്കുന്നതാണ് കൊടുക്കുവാൻ. ഓക്കെ നോക്ക് ഗായ്സ്, ഇതൊക്കെ നമ്മൾ പോകുന്ന വഴിക്ക് കാണുന്ന കാഴ്ചകളാണ് കേട്ടോ. ഇത് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നതല്ല കേട്ടോ, നിങ്ങൾ ഏത് വീഡിയോയിൽ കാണുന്ന പോലെയല്ല, ഭയങ്കര രസമാണ്. എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം ഇതൊക്കെ. ഓക്കെ, പക്ഷെ എന്താണ് ഇതാണ് സുനില എങ്ങനെയുണ്ട് സംഭവം? വലിയ ക്രൗഡില്ല, പക്ഷേ ഇത്രയും എന്തായാലും നമുക്ക് കിട്ടും ഗൈസ്. അതായത് ഒരു തിങ്കളാഴ്ച വീക്ക് ഡേയിൽ വന്നുള്ള അവസ്ഥയാണ്. ഓക്കെ, സൺഡേ സൺഡേ സാറ്റർഡേ തിങ്കളാഴ്ച വീക്ക് ഡേ അതേപോലെ. ഓക്കെ, നല്ല തിരക്കാണ്. അതിപ്പോൾ എങ്ങനെ വന്നു കഴിഞ്ഞാലും സൺഡേ സാറ്റർഡേ ഭയങ്കര തിരക്കായിരിക്കും. ഓക്കെ, അപ്പോൾ അത് നോക്കണ്ട, നമ്മൾ ഇത് നോക്കാം. ഈ ഒരു സംഭവം എന്തായാലും കിട്ടും നിങ്ങൾക്ക്. ഓക്കെ സുനില, എന്താ അവസ്ഥ? രക്ഷയില്ല. ഇത് മാറ്റി എന്നെ കാണാം. നീ എന്നാ ലാസ്റ്റ് സൺറൈസ് കണ്ടു? അതെ, നിങ്ങളൊക്കെ എന്നാ അവസാനമായിട്ട് സൺറൈസ് കണ്ടത്? അതായത് ഒരു ബ്യൂട്ടിഫുൾ സൺറൈസ് എപ്പോഴാണ് കാണുന്നത്? ഇതാ കാണും. ആയിട്ടില്ലല്ലേ? സൺറൈസ് ആവും. ഈ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, ഇത് അനുഭവിച്ചെന്നെ അറിയണം ഗൈസ്. ഒരു വല്ലാത്ത അവസ്ഥയാണ്. ഈ ലോകത്ത് എവിടെ പോയാലും ഇങ്ങനെ ഒരു സൺറൈസ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓ മേ, ഞാൻ കണ്ടതിൽ വെച്ച് ദ ബെസ്റ്റ് മോർണിംഗ്. വാക്കുകളില്ല പറയാൻ. ഇത് നോക്ക് ഗൈസ്, മൊത്തം പൊന്തിട്ടില്ല. ഇവിടെ കോട ഇറങ്ങി വരുന്നതാണ് കേട്ടോ. ഇതാണ് നമ്മളെ കൊളുക്കുമല സൺറൈസ് വ്യൂ പോയിന്റ്. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സൂര്യ ഉദിച്ച് കഴിഞ്ഞ് ഈ സൈഡിൽ ചെറിയ കോട മല മൂടി. ഇത് തിപ്പടമല, തിപ്പടമലയാണ് തോന്നുന്നു ഒരു വീട്. ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല തേയിലത്തോട്ടം കാണാം. ഞാൻ കുറച്ച് അങ്ങോട്ട് പിടിക്കാം. ഈ സുനിൽ നടക്കൂല ക്യാമറ പിടിച്ചിട്ട്, ഫോർ സെക്യൂരിറ്റി റീസൺസ്. അപ്പോൾ ഇവിടെ നമുക്ക് നല്ല അടിപൊളി നോക്കിയാ ഒരു രക്ഷയില്ല. അപ്പോൾ ഇതൊക്കെ തേയിലത്തോട്ടാണ് കേട്ടോ. ഓക്കെ,
ഇതിനി ജീപ്പിൽ പോകുമ്പോൾ കുറച്ചും കൂടി ക്ലോസ് ആയിട്ട് നമുക്ക് വ്യൂ കിട്ടും. ഇതൊക്കെ കോടയാണ്, കോട കയറി നിൽക്കുക കാരണം നമുക്ക് മുകളിലേക്കൊന്നും കാണാനില്ല. അടിയിൽ ഫുള്ള് തേയിലത്തോട്ടം, നല്ല കാറ്റുണ്ട്, ഭയങ്കരമായിട്ട് കാറ്റുണ്ട്. ഈ അത്ര പവറല്ല, പക്ഷെ എന്നാലും നല്ല വൃത്തിയുള്ള കാറ്റ്. പറ 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 കൊളുക്കുമല എന്ന് കൊടുക്കരുത്. കൊളുക്കുമല ഓൾറെഡി വീഡിയോസ് കുറേ ഉണ്ട്. അപ്പോ കൊളുക്കുമല കണ്ട ആൾക്കാർ കാണും. ഇത് കൊളുക്കുമല അത് കണ്ടതാ, അങ്ങനെ പോവും. കൊളുക്കുമലയിലെ ഞെട്ടിക്കുന്ന രഹസ്യങ്ങൾ വെളിപ്പെടുത്തൽ അങ്ങനെയൊക്കെ വേണം പറയാൻ. രഹസ്യം പറഞ്ഞ കൊളുക്കുമലത്തെ ആർക്കും അറിയാത്തൊരു രഹസ്യം എനിക്കറിയാം. നമ്മുടെ സൂര്യോദിക്കുന്നത് കാണാം. അവിടുത്തെ ചാടി ചാവട്ടെ. അപ്പോ ഇതറിയാതെ കൊളുക്കുമലയിലേക്ക് വരരുത് ഗൈസ്, സീരിയസ് ആയിട്ട് പറയാണ്. കാണും ഇനി കൂടുതലൊന്നും പറയാനില്ല, കാരണം ലീവ് ദ മൊമെന്റ് അല്ലേ. അത് കാരണം കുറേ ഷൂട്ട് ചെയ്തിട്ട് ഞങ്ങളുടെ ഈ എക്സ്പീരിയൻസ് കൊളാക്കുന്നില്ല, കണ്ട് എൻജോയ് ചെയ്യണം. സോ നിങ്ങളും കണ്ട് എൻജോയ് ചെയ്യും കൊളുക്കുമല സൺറൈസ്. ഇവിടെ എന്താവും മഞ്ഞ് മൂടിട്ടുണ്ട്. ജി മറ്റേ ഇവിടെ പോയിണ്ടാ മീശപ്പുലിമല പോയിട്ടുണ്ട്. എന്താണ് മീശപ്പുലിമലത്തെ അവസ്ഥ? അവിടുത്തെ അവസ്ഥ കുഴപ്പമൊന്നുമില്ല, എന്തൊക്കെ പറഞ്ഞു ഭയങ്കര രസമാണ്. അതായത് ഒരു മേലെ ഒരു ടോപ്പ് വരെ നമുക്ക് പോവാം. അതിന്റെ മേലേക്ക് പോകണമെങ്കിൽ നമ്മളെ ചെക്കന്മാർക്കൊക്കെ പോകാൻ പറ്റും. പിടിച്ചിട്ടൊക്കെ പോകണം. കേറി പോണ റിസ്ക് ഇല്ല, ഇറങ്ങി വരുന്നത് നല്ല റിസ്ക് ആണ്. മഴയും കൂടി വന്നിട്ടുണ്ടെങ്കിലേ ആകെ ശില്പോ. അതായത് ഈ കോടല്ലേ ഇതുണ്ട് കെട്ടി, ഇതിപ്പോ ഒരു മല, ഇതൊക്കെ ഒരു മല, ഇങ്ങനെ ഒരു മല ഉണ്ട് ഇവിടെ. ഇതേമാതിരി ഇങ്ങോട്ട് കോട ഇറങ്ങിക്കും, എന്നിട്ട് നമുക്ക് കാണൂല, എന്നിട്ട് ഇങ്ങനെ മൂഡൂസ്. അപ്പോ ഇപ്പൊ മഞ്ഞ് കോടൊക്കെ പോയി. ഓക്കെ, ഇപ്പോൾ ഉള്ളത് ഈ ഒരു വ്യൂ ആണ്. നമുക്ക് വെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തണുപ്പൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലത്തെ ഒരു ഉദിപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ഒച്ചപ്പുള്ളിയായിട്ട് ആൾക്കാർ. അപ്പോൾ നമുക്ക് ഇതേപോലെ ക്ലിയർ വ്യൂ, നല്ല പച്ചപ്പും ഈ മലയാണ് നേരത്തെ മൂടി കിടന്നിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടും. ഓക്കെ, എന്തായാലും കുറേ ഉറക്കം ബാക്കിയുണ്ട്, കുറേ ഇനി ട്രെക്ക് ചെയ്ത് പോകാൻ ബാക്കിയുണ്ട്. പാച്ചതോടെ നമുക്ക് ഇനി ഇത് തിരിച്ചു പോകണം. നമ്മളെ ജീപ്പ് അവിടെ വെയിറ്റിംഗ് ആണ്. ഓക്കെ, പിന്നെ കാറ്റിന് ഒരു കുറവില്ല, കാറ്റെപ്പോഴും നന്നായിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ ചെറിയ തണുപ്പുണ്ട്. രാവിലത്തെ അത്ര തണുപ്പില്ല, ഇപ്പോൾ കുറേ ഭേദമുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്കിതിൻ്റെ ആവശ്യമില്ല. ഇതിപ്പോൾ പാറിപ്പോയി. അപ്പോൾ അങ്ങനെയാണ്. നടക്കുമ്പോൾ ശ്രദ്ധിക്കണം, നടക്കുമ്പോൾ വീഡിയോ ഇങ്ങനെ എടുക്കലുള്ളൂ, അപ്പം എനിക്ക് കാഴ്ചകൾ കണ്ടുപോവാം. ഈ മല ഒരു രക്ഷയില്ലാത്ത മലയാണ് ഗൈസ്. ഇതാണ് ഇവിടുത്തെ മെയിൻ. ഇതിൻ്റെ മുകളിൽ നമുക്ക് പോവട്ടോ, അത് അയാൾ പറഞ്ഞു. അതിന് നമ്മൾ 700 രൂപ എക്സ്ട്രാ കൊടുക്കണം, അതേപോലെ 1500 രൂപ ജീപ്പിനും കൊടുക്കണം. ആൾ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് സ്പ്ലിറ്റ് ചെയ്യാം. പക്ഷേ ഒരാൾക്ക് 700 രൂപ അത് എക്സ്ട്രാ വരുന്നൊരു ഫീ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് ഈ മലയില്ലേ, ഈ മലയുടെ മുകളിൽ കയറിയിട്ട് നമുക്ക് 360 വ്യൂ കാണാം, മൊത്തം എല്ലതും കാണാം. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മല കോട വന്നുകൊണ്ട് മൂടും. കണ്ടോ, നേരത്തെ കോട വന്നുകൊണ്ട് മൂടി, എന്നിട്ട് അങ്ങനെ കോട വന്ന് മൂടി എന്തുണ്ടാവുക, പിന്നെ നമുക്കൊന്നും കാണാൻ പറ്റില്ല. അങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട് കൂടുതലും, എനിക്കങ്ങനെ തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ കയറുന്നത് മുതലാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതേപോലെ വെയിലുള്ള സമയത്ത് കയറിക്കഴിഞ്ഞ് രാവിലത്തെ സൺറൈസ് എന്താ അവസ്ഥ എന്നറിയില്ല, ബട്ട് അതിന് ശേഷമുള്ള വ്യൂ പൊളിയായി കയറാം. അതായത് ഈ ടൈമിൽ നമ്മൾ സൺറൈസ് ഇവിടുന്ന് കണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ പോവാവും ബെറ്റർ എന്ന് എനിക്കിപ്പോൾ തോന്നുന്നത്. ഞാൻ അതുവരെ പോയിട്ടില്ല, എനിക്ക് തോന്നുന്നത്, കാരണം അത് കോട ഒന്ന് മൂടി കൊടുക്കല്ലേ. അപ്പോൾ അങ്ങനെ എന്താ കാട്ടണേ, ഇവിടെ ചാടാൻ തോന്നുക
അതെനിക്കും തോന്നുന്നുണ്ട് നന്നായിട്ട്. അത് ഈ ഉയരത്ത് കയറുന്ന അങ്ങനൊക്കെ തോന്നും, ചാടാൻ തോന്നും. ട്രെയിനിൽ പോകുമ്പോ ട്രെയിനിൽ ചാടാൻ തോന്നും. നമുക്ക് സൈക്കോണ് തോന്നില്ല, സൈക്കോളജിക്കൽ ടേം പറയുന്നത്. ചാടൽ മേനിയാക്ക് അങ്ങനെ പറയാം. എന്ത് രസല്ലേ നോക്ക. ഇതൊക്കെയാണ് നമ്മൾ ഈ ഫോട്ടോത്തിൽ കാണുന്നേ. കണ്ണൻദേവൻ കാപ്പിത്തോട്ടം പുളിയാണ്. നല്ല അടിപൊളി ഒരു സൺറൈസും ഇത് കണ്ട് ഞങ്ങൾ വരികയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് നേരം ഒരു 7-7:30 ആയിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. 7:30 നമ്മളോട് കാറിലെത്താൻ പറഞ്ഞാണ്, ഐ മീൻ ജീപ്പിലെത്താൻ പറഞ്ഞാണ്. ഇപ്പോൾ 7:30 ആവുന്നുള്ളൂ. നമ്മൾ കുറച്ച് നേരം കൂടി നിന്നാലൊക്കെ ആലോചിച്ചു, പിന്നെ എന്തിനാ വെറുതെ, നമ്മൾ ചിലപ്പോൾ വെയിറ്റ് ചെയ്ത് കുറേ പേരുണ്ടാവും. അങ്ങനെ നമ്മൾ കയറി കഴിഞ്ഞു, സൺറൈസും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഓക്കെ, സുനില എന്താ പറയാനുള്ളത്? പാച്ചു എന്താ പറയാനുള്ളത് സൺറൈസിനെ പറ്റിയിട്ട്? നല്ലൊരു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണ്ടേ. അത് ഇവിടെ തന്നെ വരണം കേട്ടോ. അത് ഇവിടെ തന്നെ പോലും കിട്ടും എനിക്ക് തോന്നുന്നില്ല. സൺറൈസ് എല്ലായിടത്തും കിട്ടും, പക്ഷെ ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് വേറെ. അതെ, ഈ ഒരു ഇത് വേറെ ലെവലാണ് ഗൈസ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കൊളുക്കുമല സൺറൈസ് വ്യൂവിൻ്റെ എക്സ്പീരിയൻസും നമ്മളെ സ്റ്റേൻ്റെ റിവ്യൂവും. സ്റ്റേ അടിപൊളിയായിരുന്നില്ലേ? അവർ നല്ല സപ്പോർട്ടും നല്ല എന്താ പറയുക, എല്ലാത്തിനും ആൾക്കാരുണ്ട്. നമുക്ക് എന്തും സംസാരിച്ച് ക്ലിയർ ചെയ്യാനൊക്കെ ടീംസ് ഉണ്ടായിരുന്നു. നമുക്ക് ലൊക്കേഷൻ വിട്ടുതന്നു, അതേപോലെ വിളിക്കാനൊരു നമ്പർ സെപ്പറേറ്റ് അയച്ചു തന്നു. എന്തിനും ഒക്കെ അവർ റെഡി ആയിരുന്നു. ഫുഡ് നല്ല ഓക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ പോയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, അത് കഴിച്ച് കഴിഞ്ഞാൽ ഇനി ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് പറയാം. അതിൽ നൈറ്റ് സ്റ്റേ അടിപൊളിയായിരുന്നു. ടെൻറ്റിൻ്റെ ഉള്ളിൽ. എനിക്ക് ടെൻറ്റ് കിട്ടിയില്ലല്ലോ അല്ലേ പച്ചോ? എനിക്ക് ടെൻറ്റ് കിട്ടിയില്ലല്ലോ. എനിക്ക് ശ്വാസം മുട്ടലിൻ്റെ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഞാൻ വണ്ടിയിൽ പോയിട്ട് ഹീറ്റർ ഓൺ ആക്കി തന്നെയല്ലേ? അപ്പോൾ ഇപ്പം വണ്ടി പോയിട്ട് ഹീറ്റർ ഓൺ ആക്കിയിട്ട് അതിലാണ്ട് കിടന്നു പറഞ്ഞു. ഞങ്ങൾക്ക് ടെൻറ്റ് സ്റ്റേ അടിപൊളിയായിട്ട് കിട്ടി. നല്ല തണുപ്പുണ്ടായിരുന്നു. അതേപോലെ അവിടെ ഒരു ടൈമിൽ കോട ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ടെൻറ്റിൽ നിന്നുള്ള വ്യൂ അടിപൊളിയൊക്കെ കേട്ടോ. ഇപ്പോൾ അത് ഞാൻ കാണിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മളിപ്പോൾ ഈ പോണത് മൊത്തം ഇപ്പോൾ കണ്ടത് ഫുള്ള് നമ്മളൊപ്പം ടെൻറ്റിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ് കേട്ടോ. നമ്മളിപ്പോൾ ഈ പോണത് മൊത്തം ഒരു തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ നല്ല കട്ടോട്ടോട്. ഇതാണ് നമ്മളെ ഡ്രൈവർ. എന്താ പേരുണ്ട് ബ്രോ? ഗണേഷ്. അപ്പോൾ പുള്ളിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. നമ്പർ കൊടുക്കാൻ സുഖമാണ് ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് വരുന്നവർക്ക് ജീപ്പ് ബുക്ക് ചെയ്യണമെങ്കിൽ ആളുടെ നമ്പർ വിളിച്ചാൽ മതി. ആളിവിടെ റെഡിയാണ്. നല്ല അടിപൊളി ഡ്രൈവറാണ്. വലിയ ഡിസ്കംഫോർട്ടൊന്നുമില്ല, സൂപ്പറാണ്. ഓക്കെ, നമുക്ക് നല്ല തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടു നോക്കാം. ഒരു രക്ഷയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നില്ലേ, രാവിലെ ടെൻറ്റിൻ്റെ ഉള്ളിൽ നിന്ന് നല്ലൊരു വ്യൂ നിങ്ങൾക്ക് കിട്ടുന്നു. കുഴപ്പമില്ല, ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത അത്ര വൈബൊന്നുമില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് വർത്ത് ഇറ്റ്. സീ ദിസ് ഗൈസ്. കോട കണ്ടിരുന്നില്ലേ? അതെ അത് പറഞ്ഞു. ഞാൻ യോജിക്കുന്നു. പ്രതീക്ഷിച്ചത് അതെ. അപ്പോൾ ഇതാണ് നമ്മളെ ഇപ്പോഴത്തെ വ്യൂ. ഓക്കെ, ഇവിടെ കുറേ പേരുണ്ട്. അവർ നമ്മളപ്പം ക്യാമ്പിന് വന്നതാണ്. ഓക്കെ, യെസ്. മൂന്നാർ വരുമ്പോൾ ഗ്യാപ്പ് റോഡ് ഒരിക്കലും മിസ് ചെയ്യാതിരിക്കുക. ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് ഇതും. ഓക്കെ, ഇതാണ് നമ്മളിതിൻ്റെ ഇടയിൽ കൂടി വണ്ടി ഓടിച്ച് വരിക. ഒന്ന് ആലോചിച്ച് നോക്കി, ഇതൊക്കെ സ്വപ്നമല്ലത്. ഇരിക്കണത് ഈ കുരങ്ങ ഇതിങ്ങനെ റോഡിൽ ഓടിച്ച് പോവുക. അതൊക്കെ റോഡാണ്. ഈ കൂടി നമ്മളിങ്ങനെ പോവും, അങ്ങനെ വളഞ്ഞ് പോവും. എന്ത് രസം. ഇത് വേറൊരു എക്സ്പീരിയൻസാണ്. ഡ്രൈവിങ് ക്രേസ് ഉള്ളവർക്ക് ഈ ഒരു ഗ്യാപ്പ് റോഡ് ഉണ്ടല്ലോ, ഇതിങ്ങനെ സ്ട്രെച്ച് കുറേ ഉണ്ട്. ഇത് ഭയങ്കര രസമാണ്. നമ്മളെ പുലി ഇവിടെ ഉണ്ട്. ഇതൊരു കുഴപ്പമുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ സന്തോഷം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗൈസ്. അപ്പോൾ നമ്മളെ വീഡിയോ കാജു ഇവിടെ ഇരിക്കും കറക്റ്റ് വൈൻഡപ്പ് വരണം. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അതെ, അപ്പോൾ ഇനിയും നല്ല കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും.
ബക്കറ്റ് ലിസ്റ്റ് വെച്ചു. ഇവിടുത്തെ സിപ്പ് ലൈൻ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതൊന്നും എൻ്റെ മൈൻഡിലുള്ളതാണ്. അടുത്ത പ്രാവശ്യം ഞാൻ എന്തായാലും വരും. അപ്പോൾ അങ്ങനെ see you guys until we see you again. Bye bye. See you.